ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് ഒരുപാട് സന്തോഷത്തിലാട്ടോ, ഒരുപാട് സന്തോഷത്തിലാണ്. അപ്പോൾ നമുക്ക് ഗോൾഡ് പ്ലേ ബട്ടൺ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഗോൾഡ് പ്ലേ ബട്ടൺ ഞാൻ കുറേ ഇത് അപ്ലൈ ചെയ്തിട്ടില്ലായിരുന്നു, കുറച്ച് ലേറ്റ് ആയിപ്പോയി അപ്ലൈ ചെയ്യാൻ, അതുകൊണ്ടാണ് ഇപ്പോൾ ലേറ്റ് ആയത്. ഇപ്പോൾ എന്തോ 11 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എങ്ങാണ്ട് ആവാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗോൾഡ് പ്ലേ ബട്ടൺ കിട്ടി ഗൈസ്. എന്തായാലും അൺബോക്സിങ് ആണ്. അൺബോക്സ് ചെയ്യുന്ന പരിപാടി ഒന്നും ഇല്ല കേട്ടോ, നമുക്കില്ലല്ലോ. ഇത് മാന്തി പൊളിക്കല, നമ്മളെ ശീലം എന്ന് പറഞ്ഞാൽ നമ്മുടെ രീതി മാന്തി പൊളിക്കലാണ്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം. അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞാണ്. അപ്പോൾ അധികം നമ്മൾ എന്താ പറയുക, കുറേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗോൾഡ് പ്ലേ ബട്ടൻ്റെ സംഭവങ്ങളൊക്കെ കുറേ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് ഒന്ന് ചെറുതായിട്ടൊന്ന് അൺബോക്സ് ചെയ്യാം. ഇതാ ആദ്യത്തെ പോലെ തന്നെ പഴയതിൽ പോലെ തന്നെ ഒരു സംഭവം ഉണ്ട്, മറ്റേ കൂറ കയറാണ്ടിരിക്കാനുള്ള സംഭവം, അത് വേറൊന്നുമല്ല. പിന്നെ ഇതിൻ്റെ യൂട്യൂബ് റിവാർഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്, വേറെന്തോ സംഭവം. പിന്നെ നമ്മുടെ സൂസൻ ചേച്ചി ഒപ്പിട്ട ഒരു എന്താ പറയുക ഒരു പേപ്പർ ഉണ്ട്, സൂസൻ ചേച്ചി എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇതിങ്ങനെ കൊടുക്കല് ഇതിലുണ്ടാവും. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം. ഓക്കെ, യെസ് ഗൈസ്, നമ്മുടെ ഗോൾഡ് പ്ലേ ബട്ടൺ കണ്ടില്ലേ ഗൈസ്? അപ്പോൾ പൊടിയായോ? അപ്പോൾ എന്തായാലും കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഗൈസ്, ഒരിക്കലും നമ്മൾ ഈ ഒരു സംഭവം കിട്ടുന്നൊന്നും വിചാരിച്ചിട്ടില്ല. എന്തോ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം, നിങ്ങളാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഇപ്പോൾ ഗോൾഡ് പ്ലേ ബട്ടനാണ് കയ്യിലിരിക്കുന്നത്, ഗോൾഡ് പ്ലേ ബട്ടൺ. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് താങ്ക്സ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരിക്കലും മറക്കൂല ഗൈസ്, നിങ്ങളാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അപ്പം നിങ്ങളിത് കണ്ടോ, ഇത് എൻ്റെ അഷ്കർ ടെക്കി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേ ബട്ടൺ, സിൽവർ പ്ലേ ബട്ടൺ. അതിൻ്റെ താഴെയുള്ളത് അഷ്കർ വ്ളോഗ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു വേറെ ചാനലുണ്ട്. അതിൽ മെയിനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലൈവ് സ്ട്രീമേഴ്സിന് നമ്മുടെ സൂപ്പർ ചാറ്റ് കൊടുത്തിട്ട് അവിടെ നിന്നുള്ള റിയാക്ഷനാണ് മെയിനായിട്ട് ചെയ്യുന്നത്. നല്ല കിടിലം കണ്ടന്റുകൾ, വെറൈറ്റി കണ്ടന്റുകളൊക്കെ അതിൽ വരാറുണ്ട്. അപ്പോൾ ഈ പ്ലേ ബട്ടൺ അതിൻ്റെതാണ്. ഇനി ഇതിൻ്റെ അടിയിലുള്ള ചെറിയ 2 പെട്ടി എന്ന് പറഞ്ഞാൽ അത് എന്തിനുള്ളതെന്ന് വെച്ചാൽ എനിക്കും കൂടെ അറിയില്ല, എന്തെങ്കിലും മേടിച്ച് അവിടെ വെക്കണം. ഇതിലൊരു ലൈറ്റ് ഉണ്ട്, കണ്ടില്ലേ? ഇങ്ങനെയാണ് ലൈറ്റ് ഇട്ടാനുള്ള പ്രശ്നം. ഞാൻ ഫോക്കസ് ആക്കാൻ പറ്റുമോ നോക്കട്ടെ. കണ്ടോ, ചെറുതായിട്ട് കാണുന്നുണ്ടോ? ലൈറ്റ് ഇട്ടാൽ ഭയങ്കര ലൈറ്റാണ്. അപ്പോൾ അത് ലൈറ്റ് ബൾബ് മാറിപ്പോയത്, അത് മാറ്റാൻ കഴിയുന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ലൈറ്റ് ഓഫ് ആക്കാം. ലൈറ്റ് ഓഫ് ആക്കിയാൽ നമുക്കിത് കാണാൻ പറ്റുള്ളൂ. ഞാൻ ബൾബ് മാറ്റിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഷെൽഫ് ഉണ്ടാക്കി വെച്ച് ഗോൾഡ് പ്ലേ ബട്ടൺ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പ്ലേ ബട്ടന് ഇപ്പോൾ 2 ആയിട്ടുണ്ട്. എനിക്ക് ചെറുതായിട്ടൊരു എന്താ പറയുക, ചെറുതായിട്ട് നമുക്കൊരു ഇതുണ്ടായിരുന്നു, ഗോൾഡ് പ്ലേ ബട്ടൺ കിട്ടുമല്ലോ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പറയുന്നത് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഈ പ്ലേ ബട്ടൺ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുകളിലുള്ള ആ ഒരു സ്പേസ് വെച്ചിരിക്കുന്നത്. അത് വേറെന്തോ ഒരു മൊമെൻറ്റോ കിട്ടിയതാണ് എനിക്ക്. അപ്പോൾ ഈ സാധനം ഇവിടുന്ന് മാറ്റിയിട്ട് നമ്മൾ ഇത് വെക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ആ സാധനം അവിടുന്ന് മാറ്റിയിട്ട് നമുക്ക് ഇതങ്ങോട്ട് കൊണ്ടുപോയി വെക്കാം ഗൈസ്. വരൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതങ്ങോട്ട് എടുത്ത് മാറ്റാം. അത് മാറ്റാൻ പറ്റില്ല കേട്ടോ, കാരണം ഒരുപാട് ഇതുപോലത്തെ 2-3 കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നാട്ടുകാർ തന്ന മൊമെൻറ്റോസ് ആണ്. അതൊക്കെ വെച്ച് എനിക്ക് കിട്ടിയ അംഗീകാരങ്ങൾ എന്ന് പറഞ്ഞൊരു വീഡിയോ ആണ്. എനിക്ക് ഇതുവരെ 10-12 വർഷം സ്കൂളിൽ പഠിച്ചിട്ടില്ല, 10 വർഷം സ്കൂൾ പഠിച്ചിട്ട്, സ്കൂൾ 10 വർഷം പഠിച്ചുള്ളൂ. 10 വർഷം സ്കൂളിൽ പഠിച്ചിട്ട് എനിക്ക് ഇതുവരെ ഒരു സാധനം പോലും കിട്ടിയില്ല. ഒരു ഗ്ലാസിൻ്റെ കഷ്ണം പോലും എനിക്ക് കിട്ടിയില്ല. യൂട്യൂബ് കാരണം എനിക്ക് ഒരുപാട് സംഭവങ്ങൾ കിട്ടുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതൊക്കെ വെച്ചൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് എന്തായാലും ഇത് ഇവിടെ വെക്കാം. ഓക്കെ, അയ്യോ അയ്യോ ഗൈസ്, ഇവിടെ ഉള്ളൂ ഗൈസ്. ഇത് കേറുന്നില്ല ഗൈസ്. ഇതില് ഞാൻ ഈ പ്ലേ ബട്ടൺ നിങ്ങൾ കണ്ടില്ലേ? ഇതില് നല്ലപോലെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഇതിനേക്കാളും കുറച്ചുകൂടെ എന്താ പറയുക, ഇതല്ലേ കുറച്ചുകൂടെ സ്പേസ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം പറഞ്ഞതായിരുന്നു. പക്ഷെ
ഇതിനിപ്പോ ഇവിടെ വെക്കും. ഇത് കൊള്ളുന്നില്ല ഗൈസ്. എന്ത് ചെയ്യും ഗൈസ്? ഇത് കൊള്ളുന്നില്ല. ഞാൻ അതിന് സ്പേസ് ഒക്കെ വെച്ച് റൂമൊക്കെ ഉണ്ടാക്കിയപ്പോ വെച്ചതായിരുന്നു. ഒരു ഗോൾഡ് പ്ലേ ബട്ടൺ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് വെച്ചായിരുന്നു. എന്താ ചെയ്യാ? സാരല്ല, നമുക്കൊരു പ്ലേ ബട്ടൺ കൂടി കിട്ടാനുണ്ട്. ഒരു സിൽവർ പ്ലേ ബട്ടൺ കൂടെ നമുക്ക് കിട്ടാനുണ്ട് ഗൈസ്. അതൊക്കെ ചില ആൾക്കാർക്ക് അറിയില്ലായിരുന്നു കിട്ടാനുള്ളത്. അതൊക്കെ കിട്ടും. ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല, കുറെ മാസങ്ങളായി. അപ്പോൾ അതും കൂടെ കിട്ടാനുണ്ട്. തൽക്കാലം അത് നമുക്ക് അവിടെ കയറ്റി വെക്കാം. അല്ലാതെ ഇതിനിപ്പോ പൊളിക്കാൻ പറ്റുമോ? എന്തോ ആട്ടെ, നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം ഗൈസ്. അപ്പോ ഇത് നമുക്ക് എവിടെ വെക്കുക? ഇത് എവിടെയെങ്കിലും നമുക്ക് വെക്കാം. ചിലപ്പോൾ ഞാൻ ഇവിടെ എന്തെങ്കിലും ആക്കി ഇവിടെ തന്നെ വെക്കും. അപ്പോൾ നിങ്ങൾ ഓരോ വീഡിയോയിൽ ഇത് കാണണ്ടേ, അപ്പോൾ നമുക്കിത് വെക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. നമുക്കും പ്ലേ ബട്ടൺ കിട്ടി. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഈ സംഭവം എനിക്ക് കിട്ടുമെന്ന്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഗൈസ്. അഷ്കർ ടെക്കി ഫോർ പാസിംഗ് ഒറ്റ 10-100. നേരത്തെ വീഡിയോയിൽ എണ്ണിയങ്ങൾ കണ്ടില്ലായിരുന്നു. 1 മില്യൺ 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സ്. എൻ്റെ മോനെ, പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റാത്ത അംഗീകാരം നമുക്ക് വേറെ. ഞാനിപ്പോൾ നേരത്തെ കാണിച്ച മൊമെന്റോ ഉണ്ടല്ലോ, അതുപോലുള്ള മൊമെന്റോ ഒക്കെ നമുക്ക് 10-500 രൂപ കൊടുത്താൽ നമുക്ക് നമ്മുടെ പേരടിച്ചിട്ട് എന്ത് വേണമെങ്കിലും എഴുതിയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ഷോക്കേസ് കൊണ്ട് നിറച്ച് വെക്കാം. എങ്ങനെയുള്ള മൊമെന്റോ നിങ്ങൾ കണ്ടില്ലേ? 10 ഡോക്ടറേറ്റ് എടുത്ത ഒരാളുണ്ട് കേരളത്തിൽ, അറിയാലോ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് മേടിച്ചെടുക്കാം കേട്ടോ. പൈസ കൊടുത്തിട്ട് മേടിക്കാൻ പറ്റാത്ത ചില അംഗീകാരങ്ങൾ അങ്ങ് US നിന്ന് വരെ നമ്മളെ തേടി വന്നിട്ടുണ്ടെങ്കിൽ ഗൈസ്, നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഗൈസ്. നിങ്ങളാണ് ഗൈസ് എന്നെ ഇവിടെ എത്തിച്ചത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഒന്നും എത്തൂലായിരുന്നു. അപ്പോൾ പുതിയ കിടുക്കൻ വീഡിയോസുമായിട്ട്, കിടുക്കൻ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരും ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. ബൈ.